Hello, part 15 of Making Lived Experiences Matter. ഇത്തവണത്തെയും പിന്നെയും കമൻറ്റാണ് അഖില ഫുൾ ഓൺ കമൻസ്. സോ ദ മോർ ഐ മോട്ടിവേറ്റ് ദ മോർ കമൻസ് ഐ എം ഗെറ്റിംഗ്. സോ ദിസ് ഇസ് ഫാൻറ്റാസ്റ്റിക്. ചോദിച്ചത് ചൈൽഡ്ഹുഡ് ട്രോമ എന്നുള്ള വാക്ക് പറഞ്ഞിരുന്നു. അതായത് പ്രീവിയസ് ഇതിൽ പറഞ്ഞത് നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമ കാരണമാണോ നമ്മൾ ഈ ഓരോ പാറ്റേൺസിലേക്ക് പെട്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രോമ ഹീൽ ചെയ്യാൻ നമുക്ക് തെറപ്പിക്കൊന്നും കൊടുക്കാൻ പൈസയില്ല, അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആക്സസ് ഇല്ലെങ്കിൽ നമ്മൾ തന്നെത്താനെ എങ്ങനെ നമുക്ക് ഹീലിംഗ് പ്രോസസ്സ് നമുക്ക് തനിച്ച് ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചത്. വൺ വിച്ച് ഇസ് ഫാൻറ്റാസ്റ്റിക് ബിക്കോസ് നമുക്ക് ട്രോമ എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് ആ വാക്ക് മനസ്സിലാവണം. ടു ഇസ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ദാറ്റ് ഹീലിംഗ്, അതായത് അതിൽ നിന്നും കരകയറുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ മുറിവുകൾ നമ്മുടെ ഉത്തരവാദിത്തമായിരിക്കില്ലായിരിക്കാം. പുറമേ നടന്ന സാഹചര്യങ്ങളും പല ആൾക്കാരുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ആയിരിക്കാം ആ മുറിവ് നമ്മളിൽ വന്നത്. പക്ഷേ ഈ മുറിവ് ഉണക്കി അതിനെ ഹീൽ ചെയ്ത് അതിനെ ശുശ്രൂഷിക്കുക എന്നുള്ളത് നമുക്ക് ആരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. ബിക്കോസ് ദിസ് ഇസ് അവർ ലൈഫ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇസ് ഓൺ അസ് ടു ഹീൽ. പക്ഷേ ഈ വൂൺസിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് അല്ല. ഇറ്റ് ഹാപ്പൻഡ് യുനോ. പക്ഷേ അതിൻ്റെ ഈ വൂൺസിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കല്ല എന്ന് പറയുമ്പം ഉടനെ വേറൊരാൾക്ക് റെസ്പോൺസിബിലിറ്റി കൊടുത്ത് അവരെ ബ്ലെയിമും ഷെയിമും ചെയ്യാനും അല്ല. സോ വെൻ വി ടോക്ക് അബൌട്ട് ചൈൽഡ്ഹുഡ് ട്രോമ, ഈ ചൈൽഡ്ഹുഡ് എന്നുള്ള വാക്ക് വരുമ്പം നാച്ചുറലി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണ പേരൻറ്റിങ് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സിന് ഉണ്ടായ എന്തോ വട്ട് എവർ ഹാപ്പൻ ഇൻ ചൈൽഡ്ഹുഡ് മീൻസ് പേരൻറ്റിങ്ങിൽ സംഭവിച്ച കാര്യങ്ങളാണ് ആ കുഞ്ഞിന് ഉണ്ടായത് എന്നല്ലേ പറയണേ. സോ ആസ് എ മദർ, ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും പറയുകയാണ്, ഓ സീമ, യുവർ ചിൽഡ്രൻ ആർ ഗോയിങ് ത്രൂ ചൈൽഡ്ഹുഡ് ട്രോമ ആൻഡ് ദെയർ ആർ ഇൻ തെറപ്പി ഫോർ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുമ്പം ഞാൻ അതിനെ ഒരു പേരൻറ്റിങ് ഷെയിം ആൻഡ് ബ്ലെയിം ആയിട്ട് എടുക്കുവാണ്. അല്ലെങ്കിൽ അവരത് എൻ്റെ ഒരു പേരൻറ്റിങ് ബ്ലെയിം ആൻഡ് ഷെയിം ആയിട്ടാണ് ആ വാക്കുകൾ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് ദി ഒബ്ജക്റ്റീവ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ചൈൽഡ്ഹുഡ് ട്രോമ. ഇത് പേരൻസിനെ കുറ്റപ്പെടുത്താനും അതൊരു വെപ്പൺ ടു ബ്ലെയിം ആൻഡ് ഷെയിം parents or teachers or whoever else or the system. That is not why we are understanding the concept of trauma. ബ്ലെയിം ആൻഡ് ഷെയിമിന് വേണ്ടിയിട്ടല്ല. ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഇസ് നോട്ട് ഈക്വൽ ടു ഷെയിം. ഹൂ ടു ബ്ലെയിം ആൻഡ് ഷെയിം, ആരെ നമുക്ക് കുറ്റപ്പെടുത്തണം, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി, ആരാണ് കുറ്റപ്പെടുത്തണം എന്നുള്ള ഒരു ആംഗിൾ ഇസ് ദ ലീഗൽ ഫ്രെയിംവർക്ക്. ഓക്കെ, മെൻ്റൽ ഹെൽത്ത് ഫ്രെയിംവർക്കിൽ വരുമ്പം വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇവിടെ എന്താ സംഭവിച്ചത്. പല ആൾക്കാരുണ്ട്, പല ഇവൻറ്റ്സ് ഉണ്ട്, സംതിങ് ഹാപ്പൻഡ്. ഇതിൽ നമ്മുടെ പുറമേ സംഭവിച്ച പല പല കാരണം നമ്മുടെ ഉള്ളിൽ എന്തോ സംഭവിച്ചു. വിച്ച് മീൻസ് ബിക്കോസ് ഓഫ് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് അറൗണ്ട് അസ്, സംതിങ് ഹാപ്പൻഡ് ഇൻസൈഡ് ഓഫ് അസ്. ഈ ഇൻസൈഡ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ബോഡി ഇല്ലേ, നമ്മുടെ ഫിസിയോളജി, നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ ചെസ്റ്റിൽ പെയിൻ വരിക, അല്ലെങ്കിൽ പാൽപിറ്റേഷൻ വരിക, ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് കോൾഡായി വരിക, തലവേദന എടുക്കുക, ഓർ എനി അതർ ബോഡിലി സിംറ്റംസ് ഓർ ഫിസിക്കൽ ഹെൽത്ത് അസുഖങ്ങളോ രോഗങ്ങളോ ഒക്കെ ആയിട്ട് അത് ഒരു കംപ്ലീറ്റ് പാത്തോളജി ആൻഡ് പ്രോബ്ലം ആയിട്ട് തന്നെ ആവാം വിത്ത് എ ഡയഗ്നോസിസ്. പക്ഷേ ഇതെല്ലാം പെട്ടെന്നൊരു ഡയഗ്നോസിസിലേക്ക് എത്തുന്നതല്ലല്ലോ. സംതിങ് ഈസ് ജെൻറ്റ്ലി സ്ലോലി ഹാപ്പനിങ് അറൗണ്ട് അസ് ഇൻ എ റിപ്പീറ്റഡ് മാനർ. അത് നമ്മുടെ ഉള്ളിലും അതൊരു റിപ്പീറ്റഡ് മാനറിന് അതേ പാറ്റേൺ ഫോം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്നാണ് ഫൈനലി അതൊരു അവിടെ ഉറച്ചു പോകുന്നത്. സോ നമുക്കിത് ഹീൽ ചെയ്യണമെങ്കിൽ ഇൻ എ ഡയഗ്നോസ്റ്റിക് മോഡൽ, യെസ്, നമ്മൾ ആ ഡയഗ്നോസിസ് ആ പേര് കൊടുത്തിട്ട് ആ പുറമേ ഉള്ളതിനെ വെച്ചിട്ട് നമുക്ക് ഇനീഷ്യലി ആ ഒരു സപ്പോർട്ട് വേണം. ബിക്കോസ് അത്രയും നമ്മുടെ ബോഡിയിലുള്ളിൽ ഫിസിയോളജിയുടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ ബയോകെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവാം, നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാം. സോ
അതിന് നമുക്ക് മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ സഹായം തേടിയേ പറ്റൂ. വേറിൻ ഡിപ്പെൻഡിങ് ഓൺ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എത്രമാത്രം നമ്മുടെ ബോഡീനെ അത് ബാധിച്ചിട്ടുണ്ട് അനുസരിച്ച്. സോ ദെൻ യെസ്, വി നീഡ് നോട്ട് ബി റിലക്റ്റൻറ്റ് ടു ടേക്ക് മെഡിക്കേഷൻ സപ്പോർട്ട്. അത് ഹോർമോണൽ സപ്പോർട്ട് ആവാം, അല്ലെങ്കിൽ അത് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തുള്ള സപ്പോർട്ട് ആവാം, ഓർ എനി അതർ മെഡിക്കൽ ഡോക്ടേഴ്സ് who are qualified to prescribe medication, because ആ ഒരു ഫിസിയോളജിക്കൽ സപ്പോർട്ട് കൊണ്ട് നമുക്ക് പതുക്കെ വി ക്യാൻ മൂവ് ടു നോൺ ഫാർമക്കോളജിക്കൽ ഓർ നോൺ മെഡിക്കൽ മെത്തഡോളജീസ് വെയർ ഈ പാറ്റേൺസ് എവിടെ നിന്ന് വന്നു, ആ 3 layers ഓഫ് ദ ബ്രെയിൻ, നമ്മളുടെ ഗ്രൗണ്ടിങ് എക്സസൈസസ്, അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ട്രിഗർ വരുമ്പോൾ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ് തിങ് ഇസ് ഈ വികാരങ്ങളുടെ കൂടെ ഹൗ ക്യാൻ വി സിറ്റ് വിത്ത് ദീസ് ഇമോഷൻസ്. ഈ വികാരങ്ങളുടെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ അയ്യോ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു, ഈ വികാരങ്ങൾ നമുക്ക് വേണ്ട, എനിക്കതിരിക്കാനേ പറ്റുന്നില്ല ബിക്കോസ് ബോഡി ആകെ ട്രിഗർ ആവുകയാണോ, അല്ലെങ്കിൽ ഈ വികാരങ്ങളിൽ ഇരുന്നിട്ട് പതുക്കെ നമുക്ക് ആ ഇവൻറ്റിനെ കുറിച്ച് ദ തേർഡ് ലെവൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ. വാട്ട് ആർ മൈ തോട്ട്സ്, എന്താ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് മറ്റൊരാളെ പറ്റി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇവൻറ്റിൽ നിന്ന് ഞാൻ എടുക്കുന്ന കൺക്ലൂഷൻസ് എന്താണ്. സോ ഈ 3 ലെയേഴ്സിലും കൂടെയും നമുക്ക് പോവാൻ പറ്റണം. സോ ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്ന ഒരു ഡയഗ്നോസിസ് അല്ല, okay, you are diagnosed with childhood trauma. No, I think every single one of us, me, my children, you, everybody, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ട്രോമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ബിക്കോസ് ഓഫ് കോഴ്സ് വാട്ട് എവർ ഹാപ്പൻസ് അറൗണ്ട് അസ് വിൽ ടേക്ക് എ ടോൾ ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് അസ്. അത് മാറും, ബിക്കോസ് നമ്മൾ മനുഷ്യന്മാരാണ്, അല്ലാതെ പുറമേ നടക്കുന്നതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ഷീൽഡും വെച്ചിട്ടിരിക്കുക. വി ആർ പ്രൊട്ടക്റ്റിംഗ് അവർ സെൽവ്സ് ഫ്രം nothing will affect us. So that is also a trauma response only. ഒരു ഭയങ്കര പ്രൊട്ടക്റ്റീവ് ഷീൽഡ്. എനിക്ക് വിഷമം വരണ്ട, എനിക്ക് വിഷമം വരില്ല, എനിക്ക് ദേഷ്യം വരില്ല, എനിക്ക് സങ്കടം വരില്ല, ഞാൻ കരയില്ല, എനിക്ക് ആങ്സൈറ്റി വരില്ല. സോ ദാറ്റ് ഈസ് എ ഷീൽഡ് ഓൾസോ. സോ അങ്ങനെ ഒരാളില്ല. സോ ഓൾ ഓഫ് us will get affected with what is happening around us. അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ വി ആർ സ്പെസിഫിക്കലി ടോക്കിംഗ് അബൌട്ട് പേരൻറ്റിങ് അല്ലെങ്കിൽ ആ കെയർ ഗിവിങ്ങിൽ വരുന്ന റിലേഷൻഷിപ്സിലാണ്. ഞാൻ അതിലൊരു എക്സാമ്പിൾ വെച്ചിട്ട് തുടങ്ങാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ കേട്ട് കാണും എൻ്റെ ഫോൺ ഇവിടെ അടിച്ചത്. ദാറ്റ് വാസ് എ ഇൻഡിക്കേറ്റർ ദാറ്റ് സം ആമസോൺ ഡെലിവറി ഈസ് കമ്മിങ്. സോ ഞങ്ങളുടെ ഗേറ്റിൽ വരുന്ന സെക്യൂരിറ്റിയുടെ ദാറ്റ് മെസ്സേജാണ് വരുന്നത്. സോ ഐ പ്രസ് ദ ബട്ടൺ. നൗ ദർ ഈസ് എ ബിഗ് ചാൻസ് ദാറ്റ് ഇപ്പം അതിലൊരു OTP ഉണ്ടെങ്കിൽ മിക്കവാറും എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവോ ആരെങ്കിലും വന്ന് ഇത് തുറക്കരുത്, വാതിൽ തുറക്കരുത്, ഞാൻ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ ഓടി വന്ന് ചിലപ്പോൾ വന്ന് അമ്മ യുവർ ഡെലിവറി ഹസ് കം എന്ന് വന്ന് പറയാനായിട്ട് വന്നാൽ, despite my instruction, do not open, I am doing this and everything, അവർ വന്ന് തുറക്കുമ്പം എനിക്ക് എന്ത് വികാരമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്? വാട്ട് ക്യാൻ ഇറ്റ് ബി? എനിക്ക് ദേഷ്യം വരാം, ഇല്ലെങ്കിൽ ഇല്ലേ ഐ ക്യാൻ ഫീൽ ദറ്റ് വാട്ട് ഈസ് ദിസ്, ഞാൻ അവരോട് പറഞ്ഞിട്ട് അവർ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആ പുറമേ സംഭവിക്കുന്ന ദാറ്റ് ആക്ഷൻ ഓഫ് I told my children and husband do not open the door, ഒരു ഇൻസ്ട്രക്ഷൻ ഞാൻ കൊടുത്തു, പക്ഷെ അവരത് കേൾക്കാതെ വന്ന് തുറന്നു. ഹേ യുവർ പാർസൽ ഇസ് ഹിയർ. പക്ഷെ അവർ പറയുന്നത് എന്താ, ഫുൾ എക്സൈറ്റ്മെൻറ്റിലായിരിക്കും, ഞാൻ തന്നെ കാത്തിരിക്കുന്ന പാർസലായിരിക്കും, വന്ന് ദേ കം ആൻഡ് ഷോ ഇറ്റ്. പക്ഷെ ദേ ഫൊർഗെറ്റ് ദാറ്റ് ഐ ആം ഡൂയിങ് ദിസ്. സപ്പോസ് അങ്ങനെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ, ഇറ്റ്സ് എ നോർമൽ തിങ് ടു ഹാപ്പൻ, ഇസ്ൻറ്റ് ഇറ്റ്? പക്ഷേ ബിക്കോസ് ഓഫ് വാട്ട് ഹാപ്പൻസ് ഔട്ട്സൈഡ് ഓഫ് മീ, എനിക്ക് ദേഷ്യം വരുന്നത് എൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്, യുനോ. സോ യെസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദെം ഓപ്പണിങ് ദ ഡോർ ആണ്. അതാണ് പുറമേ നടന്ന സാഹചര്യം. പക്ഷെ ഉള്ളിൽ നിന്നല്ല എനിക്ക് ആ വികാരം വരുന്നത്. ആ ഉള്ളിൽ നിന്ന് ആ ഒരു ട്രിഗർ വന്നിട്ട് അതുവരെ ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ഫുള്ളായിട്ടും എൻ്റെ ഉത്തരവാദിത്വമല്ല. വാട്ട് ഓൾ കൻ ഐ ഡു വിത്ത് ദിസ് എനർജി? റിമെമ്പർ വി സെഡ് ദിസ് എനർജി ഈസ് ഫ്രം വിതിൻ അസ്. അത് ആങ്സൈറ്റി. ഐ ഡോണ്ട് നോ വൈ ആർ ദേ ഓപ്പണിങ് ദ ഡോർ വെൻ ഐ ടോൾഡ് ദം നോട്ട് ടു ഓപ്പൺ ദ ഡോർ. സെക്കൻഡ് ലെയറിൽ എന്താണ്, ഐ കാൺ ടേക്ക് ദിസ് എനിമോർ. ഇത് എന്തൊരു കഷ്ടമായത്, ഇനി ഇത് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വൺ ഇസ് ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് ഇറ്റ് എനിമോർ ഓർ ഐ വോണ്ട് ടേക്ക് ഇറ്റ് എനിമോർ. ആ ആങ്കറിലേക്ക് പോയിട്ട് ഇതെല്ലാം
എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ദിസ് ഈസ് ഹാപ്പനിങ് ടു മൈ ഫിസിയോളജി. ഓക്കെ, വാട്ട് ഹാപ്പൻ ഔട്ട്സൈഡ് ഓഫ് മീ ഇസ് നത്തിങ് ബട്ട് മൈ ചിൽഡ്രൻ ഓർ മൈ ഹസ്ബൻഡ് ഓപ്പണിംഗ് ദ ഡോർ in full excitement to say, hey, your parcel is here. True that they forgot or they whatever happened with the instructions that I gave. Simple scenario ആണ്. പക്ഷെ ഞാനത് അവർ പാഴ്സൽ കണ്ടപ്പോൾ എനിക്ക് ആ ദേഷ്യം, ആ എനർജി ഭയങ്കരമായിട്ട് വന്ന് ആ പാഴ്സലെടുത്ത് എനിക്കിത് വേണ്ട എന്ന് പട്ടോ എന്ന് പറഞ്ഞ് ഞാൻ വലിച്ചെറിയാം. That is one option. The other thing is scream and shout at my children or my husband and treat it. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ല, എന്നെ ഒരു വില കൽപ്പിക്കുന്നില്ല, ഈ വീട്ടിലൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് കാട് കയറി ഐ ക്യാൻ ഓൾമോസ്റ്റ് സേ ദാറ്റ് നോബഡി വാല്യൂസ് മീ ഇൻ ദിസ് ഹൗസ്, ഐ എം സോ ഡിസ്റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞ് ആ ആംഗിളിലേക്ക് അവരുടെ മേലെ ആ ആങ്കർ പോവാം, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന് നേരെ ആ ആങ്കർ പോവാം, അല്ലെങ്കിൽ ആ ആങ്കർ എൻ്റെ മേലെ തന്നെ പോവാം. എനിക്കിതൊന്നും നടക്കില്ല, ഐ ക്യാൻ നെവർ ഡു ദിസ് യൂട്യൂബ് വീഡിയോ, എന്നെ നത്തിങ്, ദ ഹോൾ വേൾഡ് ഇസ് കോൺസ്പയറിങ് എഗൻസ്റ്റ് മീ സോ ദാറ്റ് എനിക്ക് ഈ യൂട്യൂബ് വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ആദ്യം ബെല്ലടിച്ചു, പിന്നെ അത് കഴിഞ്ഞ് മറ്റേത് സംഭവിച്ചു, ഇപ്പോൾ ഇത് തുടങ്ങി, സോ ഐ വിൽ നോട്ട് ഡു ദ യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞ് എനിക്ക് ചാനലും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം കൂടെ നോ, ഇറ്റ് ക്യാൻ കം ടു മീ, മൈ ലൈഫ് ഇസ് ഡൂംഡ് എന്ന് പറഞ്ഞും എനിക്ക് പോവാം. Or these are all trauma responses, which means ആ വാതിൽ തുറന്നതിൻ്റെക്കാട്ടിലും വലുപ്പത്തിലാണ് എൻ്റെ റിയാക്ഷൻസ് വരുന്നത് എങ്കിൽ അത് ആ തുറന്നതിൻ്റെ മാത്രം റിയാക്ഷൻ അല്ല, എൻ്റെ ഉള്ളിൽ ഒരുപാട് ഓൾറെഡി എനർജി കെട്ടിക്കിടക്കുന്നുണ്ട്, വിച്ച് ഇസ് നോട്ട് റിലീസ്ഡ്. അത് എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല, അത് ഓൾറെഡി അവിടെ ഒരു ഫിസിയോളജി ആയിട്ട് കിടപ്പുണ്ട് എന്നാണ് അർത്ഥം. വിച്ച് മീൻസ് പുറമേ ഉള്ളതിനെക്കാട്ടിലും ഭയങ്കരമായിട്ടുള്ള റിയാക്ഷൻ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ദേഷ്യം അല്ലാതെ വേണമെങ്കിൽ എനിക്കങ്ങ് പൊട്ടിക്കരയാം. ഐ എം സോ ഫെഡ് അപ്പ്, ഐ എം സോ എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കളയാം. അപ്പോൾ ഐ എം ഷുവർ മൈ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ബിലീവ് വാട്ട് ഹാപ്പൻഡ് അമ്മ. they can be completely confused, or I can be so anxious that എനിക്ക് അടുത്ത ഇതിൽ ഞാനിത് ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത് റെക്കോർഡ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ. അവർ വരുന്നുണ്ടോ, ഇനി ബെല്ലടിക്കുന്നുണ്ടോ, ആൻഡ് ഐ ക്യാൻ ബി എക്സ്ട്രീം ആങ്സൈറ്റിയിലേക്ക് പോകും. ഓ മൈ ഗോഡ്, ഇനിയിപ്പോൾ വരൂ. അപ്പോൾ ഞാൻ ധൃതി പിടിച്ചിട്ടൊക്കെ പറയാൻ നോക്കാം. all of these reactions are happening where? Inside who? Inside my body. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ കൊണ്ട് എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ കുട്ടികൾക്കും കൊടുക്കുകയാണ്. യു ആർ കോസിങ് മീ ദ ട്രോമ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? യെസ്, ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ. അവർക്ക് എൻ്റെ കൂടെ നിൽക്കാം. വി അണ്ടർസ്റ്റാൻഡ് സീമ, യു ആർ ഗോയിങ് ത്രൂ എ ലോട്ട്, ഹൗ ക്യാൻ വി സപ്പോർട്ട് യു എന്ന് അവർക്ക് ചോദിക്കാം. അവരൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് എനിക്ക് ചോദിക്കാം. പക്ഷേ can I blame and shame them for my reaction because it is true that they forgot? So അപ്പോൾ എന്ത് പറ്റും? അവർ ആ മറന്നു പോയത് അങ്ങ് ഷൂ ആയിപ്പോവും. എൻ്റെ റിയാക്ഷൻ അതിൻ്റെ 100 മടങ്ങ് വലുതായി പോകുമ്പം they are getting away with actually forgetting and not listening to the instruction. അതങ്ങ് ചെറുതായിപ്പോവും. ആ ഇവൻറ്റ് നോൺ എക്സിസ്റ്റൻ്റ് ആയിപ്പോവും. ബിക്കോസ് മൈ ഇവൻറ്റ്, എൻ്റെ റിയാക്ഷൻ huge ആയിപ്പോയി. Now this is a common pattern that we see in a lot of men and women who are not really working on their healing. അപ്പം നമ്മൾ ഓരോരുത്തരും സ്വയമേ ചിന്തിക്കുകയാണ്, പുറമേ നടന്ന ഒരു കാര്യം കൊണ്ട് നമ്മളുടെ റിയാക്ഷൻ അങ്ങ് ഭയങ്കരമായിട്ട് നമ്മൾക്ക് തന്നെ അത് ഇല്ലാതെ ആവണം. ഏത് ഡയറക്ഷനിലേക്കാണ് നോക്കണം? ഒന്നെങ്കിൽ അത് ഒരു സാധനങ്ങൾക്കേക്കാവാം, അല്ലെങ്കിൽ നമ്മുടെ നേർക്കാവാം, നമ്മളൊരു ഷട്ട് ഡൗൺ ഇതിലേക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തിയിലേക്കാവാം, അതൊരു ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത വ്യക്തിയിലേക്കും ആവാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഭർത്താവാന്ന് വന്ന് തുറന്നെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എനിക്ക് ദേഷ്യം കാണിക്കാതെ നെക്സ്റ്റ് ടൈം എൻ്റെ മകൻ എന്തെങ്കിലും വേറെ കാര്യം വയ്ക്കുമ്പോൾ അത് മുഴുവൻ ഇവനൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല, അവൻ്റെ മെക്കിട്ടേക്കാവും ഇത് മുഴുവൻ പോകുന്നത്. സോ if I don't work on my healing, if I don't take responsibility of my healing and my trauma, whatever my childhood was, അല്ലാതെ എനിക്ക് ഇവിടെ ഇരുന്ന് എൻ്റെ പേരൻസ് അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് whatever has happened, true,
ഒക്കെ കാരണങ്ങളാണ്. ഷുവർ, ഐ എം നോട്ട് ബ്ലെയിമിങ് ആൻഡ് ഷെയ്മിങ് മൈ സെൽഫ് ഫോർ ഇറ്റ് വാട്ട് എവർ ഹാപ്പൻ. പക്ഷേ ഇപ്പോൾ എൻ്റെ അഡൾട്ട് ലൈഫിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാ? എൻ്റെ പേരൻസിനല്ല, എൻ്റെ ഭർത്താവിനല്ല, എൻ്റെ മക്കൾക്കല്ല. ഇറ്റ്സ് നോബഡി, ഇറ്റ്സ് മൈൻ. ബട്ട് ഓൾ ഓഫ് ദെം ക്യാൻ ബി മൈ സപ്പോർട്ട് സിസ്റ്റം. അവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം, പക്ഷെ അവരുടെ ഉത്തരവാദിത്തമായിട്ട് എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് ഓർ എനി ഡയഗ്നോസിസ് നമ്മൾ പറയുമ്പം പ്ലീസ് ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഫസ്റ്റ് മൈ റെസ്പോൺസിബിലിറ്റി ടു വർക്ക് ഓൺ ദിസ്. പക്ഷേ എനിക്ക് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള അറിവ് വേണം. ലൈക്ക് വി സെഡ്, ഈ ബ്രെയിനിനെ കുറിച്ചുള്ള അറിവും, ഇത് ആങ്സൈറ്റിയാണ്, ഇത് സങ്കടമാണ്, ഇത് ആങ്കറാണ്, ആ ലിറ്റിൽ ബിറ്റ് ഓഫ് കോംപ്രിഹെൻഷൻ ലെവൽസ് എനിക്ക് വേണം. അത് സപ്പോസ് എനിക്ക് അത്രയും കോംപ്രിമെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും വരെ തിങ്കിങ് വരെ ഒട്ടും എനിക്കിരിക്കാൻ പറ്റുന്നില്ല, ആ കൊഗ്നിഷൻ വരെയൊന്നും എനിക്ക് ഇല്ല. ബിക്കോസ് മൈ ഫീലിങ്സ് ആർ സോ ഹൈ. അപ്പോൾ തിങ്കിങ് വരെ എനിക്ക് എത്തുന്നേ ഇല്ല. സോ ദാറ്റ് വെൻ സംബഡി ഗിവ്സ് മീ ദ നോളജ്, എനിക്ക് അതൊന്നും പ്രോസസ്സ് ചെയ്യാൻ പറ്റും. എനിക്കിതൊന്നും അറിയണ്ട, ഐ ഡോണ്ട് കെയർ വാട്ട് ട്രോമ ഇസ്, ഐ കനോട്ട് ഡീൽ വിത്ത് ദിസ് എന്നാണെങ്കിൽ നമുക്ക് ആ തിങ്കിങ്ങിലേക്കോ ആ നോളജിലേക്ക് നമുക്ക് പ്രോസസ്സിങ് പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് പറ്റും? ആ വികാരങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വികാരങ്ങളുടെ ലെവലിൽ നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ മേലെ അത് മുഴുവൻ എടുത്തിട്ടാണ് യു ഗെറ്റ് അവേ, നമ്മളെ അങ്ങ് തള്ളിക്കളിയാണ്. നമുക്ക് അവിടെ അങ്ങോട്ട് ഫീലിങ്സ് ലെവലിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ we have to start with the body. We will have to then start with how can we release some energy at the physical level. It is again through one, നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ, start with your body. Grounding exercises, which means നമ്മളുടെ ആ നേരത്തെ പറഞ്ഞില്ലേ, tactile, vestibular, proprioception, അത് ഞാൻ ഒന്നും കൂടെ പറയുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി സെഡ് ഇൻ ദറ്റ് വീഡിയോ. സോ ഇഫ് വി ഫീൽ ദറ്റ് നമുക്ക് ഫീലിങ്സ് ലെവലിൽ ആ വികാരങ്ങൾ വച്ചിരിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോണു, നമ്മൾക്ക് വേറെ ആരുടെടുത്തെങ്കിലും പറയുമ്പോൾ അതും അങ്ങോട്ട് ശരിയാവുന്നില്ല, നമുക്കിതിനെക്കുറിച്ച് ഐ തിങ്ക് ആക്കിയിട്ട് വാട്ട് ആം ഐ തിങ്കിങ് എന്നുള്ളത് നമുക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ബോട്ടം അപ്പ്, വിച്ച് ഇസ് പെർഫെക്റ്റ്ലി ഫൈൻ. നമുക്ക് ആ ബോഡിയുടെ ട്രിഗേഴ്സ് നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ട് നമ്മൾ പതുക്കെ വാട്ട് ആം ഐ ഫീലിംഗ്, ഐ ഫീൽ. ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എക്സാമ്പിളിൽ പറഞ്ഞ കോണ്ടെക്സ്റ്റ് എന്താണ്? മൈ ബോയ് ഫ്രണ്ട് സെഡ് ഹി ഡസ് നോട്ട് ലവ് മീ എനി മോർ. അപ്പം എനിക്ക് ഭയങ്കര വിഷമം വന്നു. ദാറ്റ് ഈസ് നോർമൽ. ഓഫ് കോഴ്സ് യു വിൽ ഫീൽ സാഡ്. അതൊരു തെറ്റായ വികാരമൊന്നും അല്ല. അപ്പം നമുക്ക് പല ചിന്തകൾ വരും. എന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ ഐ എം എ യൂസ്ലെസ്. ഓൾ ദീസ് തോട്ട്സ് ആർ വാലിഡ്. അത് ഇങ്ങനെ ചിന്തിക്കണ്ട, അങ്ങനെ ചിന്തിക്കല്ലേ, അങ്ങനെ വി ഡോണ്ട് ഹാവ് ടു ഡോണ്ട് അവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. വാട്ട് എവർ ഇസ് കമ്മിങ്. സോ നമുക്കത് മുഴുവൻ അവിടെ എഴുതി വെച്ച് പാർക്ക് ചെയ്ത് വെച്ച് നമുക്ക് തന്നെ അത് കാണാൻ പറ്റുമോ? പക്ഷേ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഓൺലി ഫോക്കസ് ഓൺ ദ ബോഡി. ആ സമയത്ത് സ്റ്റാർട്ട് വിത്ത് ലുക്കിംഗ് അറ്റ് വാട്ട് ഈസ് യുവർ ഡെയിലി റുട്ടീൻ. നമ്മുടെ റുട്ടീൻസ് എന്താണ്? നമുക്ക് ഈ രാവിലെ എണീക്കുന്നതും കുറച്ച് എക്സസൈസ് റുട്ടീൻസ് ഉണ്ടോ? നമുക്ക് കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടോ? നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ? വിച്ച് മീൻസ് റിമെമ്പർ ദിസ് ഇമോഷൻസ് എന്ന് പറയുന്നത് എനർജി ഇൻ മോഷൻ ആണ്. സോ ഈ എനർജി മൂവ് ചെയ്യണം. എവിടെ മൂവ് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് മൂവ് ചെയ്യണം. പക്ഷെ അവിടെ കെട്ടി വച്ചിരിക്കുകയാണ്. ഈ ട്രോമ എന്ന് പറയുന്ന ഓവർ ദി ഇയേഴ്സ് വി ഹാവ് നോട്ട് ബിൻ ഏബിൾ ടു റിലീസ് ദിസ് ഇമോഷൻസ് ഓർ ഷെയർ ദിസ് ഇമോഷൻസ്. നമ്മുടെ എക്സ്പീരിയൻസസും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളും ഒന്നും നമുക്ക് പുറത്തേക്ക് ഒരു സേഫ് ആൻഡ് നോൺ ജഡ്ജ്മെൻറ്റൽ സ്പേസിലേക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ അടക്കി പിടിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് അടക്കി പിടിച്ചിരിക്കുന്നത്? പല കാരണങ്ങൾ കൊണ്ടാവാം. മിക്കവാറും പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ തന്നെ ഇത് ഹീൽ ചെയ്യണമല്ലോ. സോ ദർ ഇസ് നോ പോയിൻറ്റ് സെയിങ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയാതിരിക്കും. മെനി പീപ്പിൾ ഈവൺ കം ഫോർ സെഷൻസ് എസ് മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞിട്ട് ഇപ്പോൾ മാഡത്തിന് സൊല്യൂഷനൊന്നും തരാറില്ലല്ലോ. വിച്ച് ഇസ് ട്രൂ. എനിക്ക് യാതൊരു സൊല്യൂഷൻസും ഇല്ല. പക്ഷേ ദ പോയിൻറ്റ് ഇസ് ഹീലിംഗ് ഈസ് നോട്ട് to find a solutions for your problem. അല്ലെങ്കിൽ ഈ കോൺവെർസേഷൻ ഇസ് റിലീസിങ് ദിസ് എനർജി ഫ്രം ദ ബോഡി. ബിക്കോസ് ഇത് റിലീസ് ആയില്ലെങ്കിൽ ഇത് വേറെ ഒരു വേണ്ടാത്ത ആൾക്കാരുടെ അടുത്ത്, ഒരു ബന്ധമില്ലാത്ത ആൾക്കാരുടെ അടുത്ത്, വേറെ സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ ബോഡിയിലേക്ക് തന്നെ ഇത് ദ്രോഹം ഹാം ചെയ്യും. സോ ഇഫ് അഫോർഡബിലിറ്റി എന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ, പക്ഷേ അഗൈൻ ഐ വുഡ് സേ there are free services, there are lot of
ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ നമുക്കത് ആക്സസ് ചെയ്യണം, ഏതാണ് നമുക്ക് സെറ്റ് ആവുന്നതെന്നുള്ളത് നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത് നമ്മൾ ചെയ്തേ പറ്റൂ. ബിക്കോസ് നമ്മളൊരു ഫിസിക്കൽ ഹെൽത്ത് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഇല്ല ഞാനൊന്നും ചെയ്യൂല, ഞാൻ കീമോതെറപ്പിക്ക് പോകില്ല, ഓർ വാട്ട് എവർ അതർ ഓൾട്ടർനേറ്റ് മെത്തേഡ്സ് യു ആർ യൂസിങ്, ഇല്ല ഞാൻ ചെയ്യില്ല, ഞാൻ ആ വേദന ഇങ്ങനെ സഹിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കില്ലല്ലോ. വി ഡോണ്ട് ഡൂ ദാറ്റ് വിത്ത് ഫിസിക്കൽ പെയിൻ. then why do we do that with emotional pain? because it is pain. രണ്ടും വേദന തന്നെയാണ്. ഇപ്പോൾ ഇമോഷണൽ പെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റിൽ നല്ലൊരു കല്ലെടുത്ത് വെച്ചാലുള്ള ഭാരം പോലെ നമുക്ക് വേദന എടുക്കും, നമ്മുടെ തൊണ്ടയുടെ ഇവിടെ ചോക്ക് ചെയ്യും, ഇറ്റ് ഹേർട്സ്, നമ്മുടെ തല വേദന എടുക്കും, നമ്മുടെ ഹാർട്ട് പാൽപിറ്റേറ്റ് ചെയ്യും, നമുക്ക് ബോഡി തളർന്നു പോകുന്ന പോലെ പോവും. സോ ജസ്റ്റ് ബിക്കോസ് അതിനൊരു ഇത് ഫിസിക്കൽ ഹെൽത്ത് അല്ലല്ലോ, ഇതൊന്നും അതിനൊരു ഡയഗ്നോസിസ് ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് why do we have to go through this emotional pain? Emotional pain is from within the body. അത് ഫിസിയോളജിക്കൽ ആണ്. പക്ഷെ ഈ നോളജ് ആദ്യം വേണ്ടത് ചൈൽഡ്ഹുഡിൽ വേണ്ടത് പേരൻസിൻ്റെ അടുക്കെയാണ്. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് വരുമ്പം നമ്മൾ ആ വേദനേനെ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ അനുവദിച്ചില്ല എങ്കിൽ ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞ് നമ്മൾ തട്ടിത്തെറിപ്പിക്കുവാണെങ്കിൽ ആ കുട്ടിക്ക് അവിടെ റിലീസാണ് നടക്കാത്തത്. സോ ദർ ആർ ഡിഫറെൻറ്റ് വേസ്. മിക്കവാറും പേരൻസ് ചെയ്യുന്ന ഈ ചൈൽഡ്ഹുഡ് ട്രോമയുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തിങ്സ് ദാറ്റ് ഹാപ്പൻസ് ഇൻ പേരൻറ്റിങ് ഇസ് സമയമില്ല. ഇറ്റ് ഈസ് എ ഹറിഡ് വേയിലാണ് പേരൻറ്റിങ് പോകുന്നത്. എസ്പെഷ്യലി നൗ ഡേയ്സ് ഇറ്റ്സ് ഹറിഡ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻസ്ട്രക്ഷൻസ്. അതായത് കൺട്രോൾ, കറക്ഷൻ, ക്രിറ്റിസിസം, കോവേർഷൻ. ഈ 4 C ആണ് പൊതുവേ നമ്മുടെ പേരൻറ്റിങ്ങും സ്കൂളിംഗ് കൾച്ചറും കിടക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിലും. ഇതിനെ മാറ്റണമെന്ന് വെച്ചാൽ ലോട്ട് ഇസ് ചേഞ്ചിങ്, ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ദ സ്പീഡ് ഇസ് ഓൺലി ഇൻക്രീസിങ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻ ടു എനിക്ക് തോന്നുന്നു കൂടുതൽ ധൃതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. വേഗം പോർഷൻസ് തീർക്കാം. ഇപ്പം ലൈക്ക് നമ്മൾ പണ്ട് ജൂണിൽ തുടങ്ങുന്നത് ഇപ്പോൾ 10th ക്ലാസ് നമുക്കെന്നാ ജാനുവരിയിലെ 10th പഠിപ്പിച്ച് തുടങ്ങാം. വി ആർ കൈൻഡ് ഓഫ് എന്നാൽ പിന്നെ പ്രീ സ്കൂളിലെ അങ്ങ് പഠിപ്പിച്ച് തുടങ്ങുന്ന മട്ടിലേക്ക് വി ആർ അഡ്വാൻസിങ്. വി ആർ കൈൻഡ് ഓഫ് ഇൻ എ ഹറി ടു ഫിനിഷ് സോ ദാറ്റ് വി ഗെറ്റ് ഇറ്റ് ഓൾ റൈറ്റ്. നമുക്ക് റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ തോന്നും. ബട്ട് ആർ ദ ചിൽഡ്രൻ റെഡി? സോ ഞാൻ ആ 10th എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ദ പോയിന്റ് ഇസ് ഇഫ് യു ലുക്ക് അറ്റ് എനിത്തിങ് നേരത്തെ നമ്മൾക്കെല്ലാം റെഡിയാക്കി വെക്കാം. സോ ദാറ്റ് ദ റിസൾട്ട് വി ആർ സോ ഫോക്കസ്ഡ് ഓൺ റിസൾട്ട്. ഐ എം നോട്ട് സെയിങ് അക്കാഡമിക് റിസൾട്ട് അലോൺ, ബട്ട് പൊതുവേ ഔട്ട്കം അല്ലെങ്കിൽ സൊല്യൂഷൻ ആ റിസൾട്ട് ഓറിയൻറ്റഡ് ആയി പോകുന്നു. പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ പ്രോസസ് ഓഫ് ദിസ് ഒബ്സെഷൻ വിത്ത് ദ സൊല്യൂഷൻ ഓഫ് ദി ഔട്ട്കം ഓഫ് ദ റിസൾട്ട് നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ എന്ത് പറ്റും? പേരൻറ്റിങ് ഒരു കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ആവും. വിച്ച് മീൻസ് ഇത് ചെയ്യൂ, അത് ചെയ്യൂ, അല്ലെങ്കിൽ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. ഇറ്റ്സ് വെരി ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ആണ് നമ്മുടെ കോൺവെർസേഷനൊക്കെ പോകുന്നത് എങ്കിൽ വിത്ത് ചിൽഡ്രൻ. വിച്ച് മീൻസ് ആണല്ലോ. ബിക്കോസ് രാവിലെ എണീറ്റ് കഴിയുമ്പം എണീക്കൂ, പല്ല് തേക്കൂ, കുളിക്കൂ, ഭക്ഷണം കഴിക്കൂ, യൂണിഫോം ഇടൂ, ഷൂസ് എടുക്കൂ. ഇറ്റ്സ് എ ബണ്ടിൽ ഓഫ് ഇൻസ്ട്രക്ഷൻ. ദീസ് ആർ നോട്ട് കോൺവെർസേഷൻസ്. ഇതൊന്നും സ്ലോ അല്ല, ധൃതി പിടിച്ചിട്ടാണ് അയ്യോ സമയമില്ലെന്നോ, എനിക്ക് ജോലിക്ക് പോകണം, കുട്ടികൾക്ക് റെഡി ആവണം, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം, അല്ലെങ്കിൽ ജോലിക്കാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, വാട്ട് എവർ അതർ റെസ്പോൺസിബിലിറ്റീസ് വി ഹാവ്. ടക്ക് വി ആർ ഓൾ ഇൻ സച്ച് എ ഹറി. വി ഡോണ്ട് നോ വേർ വി ആർ ഗോയിങ്. പക്ഷെ ഭയങ്കര ധൃതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ദിസ് ഹറി ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്. ഈ സ്ലോ ഡൗൺ പറ്റുന്നില്ല, കോൺവെർസേഷൻസ് പറ്റുന്നില്ല. ഈ കൺട്രോളിങ് സ്റ്റേറ്റ്മെൻറ്റ്സിന് പകരം കോൺവെർസേഷനിലായി കഴിഞ്ഞാൽ കുറേ മാറും. പക്ഷേ ഹൂ ഇസ് സപ്പോർട്ടിങ് ദ പേരൻസ്? അതായത് നമ്മൾ പേരൻസിനെ പേരൻറ്റിങ് ആണ്, എല്ലാം പേരൻസ് കാരണമാണ്, പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഫോർ ഷുവർ. റേസിങ് ചിൽഡ്രൻ, ഓഫ് കോഴ്സ് ഇറ്റ്സ് പേരൻസ് റെസ്പോൺസിബിലിറ്റി ആസ് ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി റേസിങ് മൈ ചിൽഡ്രൻ. പക്ഷേ എനിക്ക് അതിനുള്ള നോളജും സ്കില്ലും സപ്പോർട്ട് സിസ്റ്റംസും ഇല്ല, ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ്, എനിക്ക് ആ സപ്പോർട്ട് ചോദിക്കുന്നിടത്ത് കിട്ടുന്നുമില്ല എന്നുണ്ടെങ്കിൽ what is the point of blaming the parent or shaming the parent saying you caused the childhood trauma? നമ്മൾ പിന്നെയും ആ ബ്ലെയിം ഷെയിം റട്ടിൽ കടന്ന് വട്ടം കറങ്ങുക. ആരെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, എല്ലാ പ്രോബ്ലം സോൾവ് ആയി, ഓക്കെ ഇന്ന ആളുടെ കുറ്റം, ഓക്കെ ഫൈൻ, then what? We need to work around this, right? So ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്നുള്ളത് it is for each of us to self reflect.
എന്ത് പാറ്റേൺസ് ആണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിൽ നിന്നും എൻ്റെ പേരൻസിൽ നിന്നും എൻ്റെ ചുറ്റുവട്ടത്തുള്ള ഫ്രണ്ട്സിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും സം പാറ്റേൺസ് ഐ ഹാവ് ലേൺഡ് ടു കോപ്പ് വിത്ത് മൈ ആങ്സൈറ്റി. എനിക്ക് ആങ്സൈറ്റി വരുമ്പോൾ, എനിക്കൊരു ഐ ഡോണ്ട് നോ സിറ്റുവേഷൻ വരുമ്പം ഞാൻ റിമെമ്പർ ദ 6 Fs, അതിൽ എന്തോ ഒരു പാറ്റേൺ എനിക്ക് അവിടെ പ്രിഡോമിനൻ്റ് ആയിട്ട് വൺ ഓഫ് ദി എഫ്സ് ആണ് ഞാൻ യൂസ് ചെയ്യണത്. അതും ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദ 6 Fs വിച്ച് ഇസ് ഫീഡിങ്, ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫോണിങ്, freeze and fornicate. So one of these patterns set ആയിട്ട് അവിടെ ഉണ്ട്. Now how do I unlearn these patterns? I have to learn to sit with it. പക്ഷേ if I can't sit with these emotions or my thoughts, start with the body. So to answer the question, Akila, one, if you or your friend is going through such significant inability, ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഒറ്റപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. കുട്ടിക്കാലത്ത് നമ്മൾ ഇമോഷണൽ നെഗ്ലക്റ്റ് എല്ലാവരും അനുഭവപ്പെടും. എല്ലാ പേരൻസിനും എപ്പോഴും കുട്ടികളുടെ ഈ വിഷമത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ടാകും. എന്ന് വെച്ചാൽ അവർ ദുഷ്ട പേരൻസോ ഹൊറിബിൾ അബ്യൂസീവ് പേരൻസോ ആവണമെന്നല്ല. ഇല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള പല കമ്മിറ്റ്മെൻറ്റ്സും ഉണ്ട്. യെസ്, പേരൻറ്റിങ് ഈസ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. പക്ഷേ അതിന് പറ്റാതെ വരുന്ന റെസ്പോൺസിബിലിറ്റി അവർക്ക് തന്നെ കൊടുക്കാം. ബട്ട് ടു ബ്ലെയിം ആൻഡ് ഷെയിം doesn't help anybody, doesn't help the child, doesn't help the parent also. So let us understand how to create support systems, how to connection തിരിച്ച് കണക്ഷനിലേക്കും കോൺവെർസേഷൻസിലേക്കും കൊണ്ടുവരാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ബ്ലെയിം, നമ്മൾ കുറ്റപ്പെടുത്തി, ഓക്കെ ഗുഡ് നൗ, അല്ലെങ്കിൽ അത് ലീഗൽ സിസ്റ്റം. അതായത് ഇപ്പം എനിക്ക് ആരെങ്കിലും എനിക്കൊരു തെറ്റ് ചെയ്തു, ഞാൻ അവരെ തൂക്കിക്കൊന്നു, ഗ്രേറ്റ്, എൻ്റെ ട്രോമ മാറുമോ? നോ, ഐ സ്റ്റിൽ നീഡ് ടു വർക്ക് ഓൺ മൈ സെൽഫ്. എനിക്ക് അവിടെ റിവെഞ്ച് നടന്നു, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഈവൻ നോ ഇഫ് ദാറ്റ് ഇസ് ജസ്റ്റിസ്, ബട്ട് ഐ ഫീൽ ഓക്കെ, ആ ആൾക്ക് പണിഷ്മെൻറ്റ് കിട്ടി, വെരി ഗുഡ്. ആൻഡ് then what happens to me? Is my physiology becoming okay? Am I healed from whatever experience that happened to me? So അതിന് എനിക്ക് സപ്പോർട്ട് വേണം. അതിന് that work still remains. ഇല്ലേ, അത് പെട്ടെന്ന് അത് മാറുന്നില്ലല്ലോ. മറ്റേ ആൾക്ക് പണിഷ്മെൻറ്റ് കൊടുത്തു എന്ന് പറയുന്ന ഉടനെ മാറുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇൻ മൈ എക്സാമ്പിൾ, ഇവിടെ വന്ന് ഡോറ് തുറന്ന് കഴിയുമ്പോൾ ഞാൻ ഒരു അടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരി, ഞാൻ ഐ പണിഷ് ദം ഫോർ ഫർഗെറ്റിംഗ്. എന്നിട്ട് ഐ വിൽ സ്റ്റിൽ സിറ്റ് വിത്ത് ദാറ്റ് ഇമോഷൻസ് വിത്തിൻ മീ. സോ വിച്ച് ഇസ് വൈ trauma, childhood trauma or trauma with any event, true, it is not our fault, പക്ഷേ it is not anybody else's responsibility to help us heal either. Support systems ആവാം, ഹെൽപ്പ് സീക്ക് ചെയ്യാം. ഇത് നമ്മൾക്ക് ആരെങ്കിലും സപ്പോർട്ട് ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് സപ്പോർട്ട് ചെയ്യാനും അറിയാൻ വയ്യെങ്കിൽ, വി വിൽ നീഡ് ടു സീക്ക് ദ ഹെൽപ്പ് ഓഫ് പ്രൊഫഷണൽസ്. അപ്പോൾ അത് നമ്മൾ ബ്ലോക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ ട്രോമ റെസ്പോൺസ്. അതിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റാർട്ട് അറ്റ്ലീസ്റ്റ് with the body. So and watch out, നമ്മൾ ഈ കുട്ടിക്കാലത്ത് ഈ കൺട്രോൾ, കറക്ഷൻ, ക്രിറ്റിസിസം കേട്ടത് അതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മളോട് തന്നെ സംസാരിക്കുന്നതും. നമ്മൾ മറ്റുള്ളവരോടും അതേപോലെ ഒരു ഇൻസ്ട്രക്ഷൻ ബേസ്ഡിലായിരിക്കും സംസാരിക്കണം. ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ദിസ് ഇസ് റൈറ്റ്, ദിസ് ഇസ് റോങ്. ഈ ഒരു റൈറ്റ് റോങ് പെർസ്പെക്റ്റീവിൽ, അല്ലാതെ ഓക്കെ യു ആർ തിങ്കിങ് ദാറ്റ് വേ. അതിന് ക്യൂരിയോസിറ്റി വരുന്നതിന് പകരം ആങ്സൈറ്റി വരുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, എൻ്റെ മക്കൾ വന്ന് വാതിൽ തുറക്കുമ്പം obviously I'm not going to be, oh, I'm very curious, why did you open the door? അങ്ങനെയല്ല എനിക്ക് വരുന്നത്. why did you open the door എന്ന് പറഞ്ഞാൽ ആങ്കർ ആയിരിക്കും എനിക്ക് വരുന്നത്. പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ എല്ലാം കുളമായതിന് ശേഷം I can do the repair work. I can go back and say, yes, Amma did get angry. Yes, it is because you opened the door despite me telling don't open the door. True. അത് പക്ഷേ are they responsible for my reaction, the way I shouted or threw or whatever? No, they're not responsible. So ഞാൻ apologize. How can I learn to rewire myself is sit and think what happened to me. ആദ്യം ഞാൻ അവിടെ ഇരിക്കണം, എൻ്റെ വികാരങ്ങൾ എന്തായിരുന്നു, എൻ്റെ ബോഡിയിൽ വന്ന റിയാക്ഷൻസ് എന്തായിരുന്നു, എനിക്ക് എൻ്റെ ചിന്തകൾ അപ്പോൾ എന്തായിരുന്നു എന്ന് ആദ്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് I can go and share that with my children or whoever I took it out on and say, listen, this is what happened, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആലോചിച്ച് കൂട്ടിയ, എൻ്റെ റിയാക്ഷൻ certainly was too much. Instead of that, പക്ഷേ does that mean what they did was okay? That was also not okay. അപ്പോൾ അവർക്ക് വേറെ എന്ത് ചെയ്യാമായിരുന്നു? So we need to have, what else could you have done differently? You could have not opened the door because
യു നോ ദറ്റ് ഐ എം റെക്കോർഡിങ് ദിസ്. പക്ഷേ സപ്പോസ് അവർ പറയാണ്, അമ്മ പക്ഷേ OTP ഉണ്ടായിരുന്നു, അത് അമ്മയുടെ ഫോണിലേ വരുവുള്ളായിരുന്നു, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ദെൻ ദിസ് ഈസ് എ കോൺവെർസേഷൻ. അപ്പോൾ ഞാൻ പറയും, ഓക്കെ OTP ആണെങ്കിൽ എൻ്റെ ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, പതുക്കെ തുറന്നിട്ട് അമ്മ എന്ന് കൂവി വിളിക്കാതെ ഇത് വന്ന് എടുത്തിട്ട് നോക്കിയിട്ട് പോകാമായിരുന്നില്ലേ? അപ്പോൾ they'll say, yeah, that is true, we could have done. So this is conversation. അല്ലാണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ മണ്ട, നീ അതെന്താ ആലോചിക്കാത്ത, യു ഫൂൾ, യു ഗോ ഓൺ ആൻഡ് ഓൺ, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഷെയിം നടത്തി കഴിഞ്ഞാൽ വി ആർ നോട്ട് ഹെഡിങ് എനിവെയർ. So the whole thing about trauma and healing is we need to get to conversational level. പക്ഷെ അത് തിങ്കിങ് ലെവലിലെ ഫങ്ഷനാണ്. പക്ഷെ അവിടം വരെ എത്തുന്നില്ല, വികാരങ്ങൾ തന്നെ നമുക്ക് സമാധാനമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്നെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ദ ബോഡി, സ്റ്റാർട്ട് വിത്ത് റിലീസിങ് ദി എനർജി ഫ്രം ദ ബോഡി, സ്റ്റാർട്ട് വിത്ത് ഗ്രൗണ്ടിങ് എക്സസൈസസ് ഓർ ജനറൽ എനി എക്സസൈസ് ദാറ്റ് മൂവ്സ് ദ ബോഡി. അത് റിലീസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് വികാരങ്ങളിൽ ഒറ്റപ്പെടലായിട്ട് നമുക്ക് തോന്നില്ല. വൈ? ബിക്കോസ് ബോഡി ട്രിഗർ ചെയ്യില്ല, നമുക്ക് വികാരങ്ങളിൽ ഇരിക്കാൻ പറ്റും. ബോഡിയിൽ നിന്ന് എനർജി നമ്മൾ കുറച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് ദി ക്വിക്ക് എക്സ്പ്ലനേഷൻ. അഗൈൻ ക്വിക്ക്, വി ആർ ഓൾ ഹറിഡ് ഓൺലി. 30 മിനിറ്റ്സിൽ എനിക്ക് പറഞ്ഞു തീർക്കും വേണമല്ലോ, അതുകൊണ്ട്. സോ സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ചൈൽഡ്ഹുഡ് ട്രോമ ആൻഡ് വൺ മിക്സഡ് അവിയൽ പരുവത്തില്ല ഞാൻ ഇതെല്ലാ കോൺസെപ്റ്റ്സും പറഞ്ഞ്. ബട്ട് ദ പോയിന്റ് ഇസ് ദാറ്റ് ദീസ് കോൺവെർസേഷൻസ് നീഡ് ടു ബി ഓപ്പൺ. ഇതിൽ ശരിയും തെറ്റുമോ, ഇതല്ല ട്രോമ, മറ്റേതാണ്, ഫൈൻ, വി ക്യാൻ ഓൾ കം ആൻഡ് കണ്ടിന്യൂ ടു ഡിസ്കസ് ആൻഡ് ഫിഗർ ഔട്ട് ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ദ സെയിം ടെർമിനോളജീസ് വിതൗട്ട് ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ ദിസ്. ആൻഡ് മെയിൻ തിങ് ഇസ്, ഈ ബ്ലെയിം ഷെയിം പരിപാടി നിന്നാൽ തന്നെ ലോട്ട് വിൽ ഗെറ്റ് sorted for us. All right, so thank you so much, and like, share and subscribe. Bye.